PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. ഡെസിമൽ ഫോംസ് ആണ് അല്ലെ. ഡെസിമൽ ഫോംസ് എന്നുള്ള പാഠത്തില് നമ്മൾ ഡെസിമൽ ആദ്യത്തെ നമ്മൾ ഡെസിമൽ ആക്കാൻ 10ന്റെ ഡിനോമിനേറ്റർ ആക്കാനായിട്ട് ഡിനോമിനേറ്റർ 10ന് ഈക്വൽ ആക്കി നമ്മൾ ചെയ്തു. പക്ഷെ ഇപ്പൊ നമ്മൾ പുതിയൊരു ഫോം പഠിച്ചു, ന്യൂ ഫോംസ് പഠിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ 1/3 ചെയ്തു അല്ലെ. ഇനിയിപ്പോ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മള് 1/6. എല്ലാവർക്കും കിട്ടിയില്ലേ 1/3? ഇത്തിരി കുറച്ച് സ്റ്റെപ്പുകൾ കൂടുതലുണ്ട്, പക്ഷെ ഒരേ പാറ്റേൺ ആണ്. അതുകൊണ്ട് തുടക്കം തുടങ്ങി തന്നെ നന്നായിട്ട് ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1/6 ആണ്. 1/6 നമ്മൾ അപ്രോക്സിമേറ്റ്ലി ശരിയാക്കി കൊണ്ടുവരണം. 10നോട് നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ശരിക്കും എക്സാക്ട്ലി 10 ഒരിക്കലും വരില്ല, പക്ഷെ നമ്മൾ 10നോട് അടുത്ത് കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിനെ ചെയ്യുന്നത് 1/6നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/6 into 10/10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതാണ് കേട്ടോ. ഈ ഒറ്റ സ്റ്റെപ്പ് നമ്മൾ സ്റ്റെപ്പുകൾ ചുരുക്കി എഴുതാൻ നോക്കാം. 10/10 എഴുതി കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ആദ്യം തന്നെ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാം, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 1/10 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എത്രയാ വരുന്നത്? 1/10 into 10/6 അല്ലെ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ കഴിഞ്ഞ കണക്കിൽ ആദ്യം തന്നെ നമ്മൾ കണ്ടുവെക്കുക 10/6 എത്രയാണ് എന്ന്. 10/6 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുന്നത്? ഡിവൈഡ് ചെയ്ത് നോക്കാം. 10നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നത്? 1, 6, 4 അല്ലെ. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുന്നത്? ഇവിടെ 1, 4/6. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോ 1, 4/6 കിട്ടും അല്ലെ. ഇനി 100 കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഇത് എഴുതി വെക്കാം. ആദ്യം 10/6നെ ഡിവൈഡ് ചെയ്യുമ്പോ എത്രയാ നിങ്ങൾ ആദ്യം എഴുതി വെക്കാം. പിന്നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100നെ 6 കൊണ്ടാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ടാണ്. ഇത് ആദ്യം ഒന്ന് കണ്ടുവെച്ചാൽ പിന്നെ നമുക്ക് സ്റ്റെപ്പ് എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ 100/6 ചെയ്യുമ്പോ എത്ര കിട്ടി? ഇവിടെ വരെ ശരിയായി അല്ലെ. ഇത് 40 ഇറക്കിയിട്ടു. അപ്പൊ എത്രയാണ്? 6, 36, 4 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 100/6 എത്ര കിട്ടി? ഇവിടെ എത്ര കിട്ടുന്നത്? 16, 4/6 അല്ലെ. ഇനി അതുപോലെ തന്നെ നമുക്ക് 1000 ചെയ്ത് നോക്കാം. 1000/6 അപ്പൊ എത്ര കിട്ടാം? 166, 4/6. ഇത്രയാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. അപ്പൊ ഇത് ആദ്യം കണ്ടുവെച്ചാൽ പിന്നെ നമുക്ക് ഇത് എളുപ്പമാണ്. അപ്പൊ 10/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/6 1, 4/6 ആണ്. 100/6 എന്ന് പറഞ്ഞാൽ 16, 4/6 ആണ്. 1000/6 എന്ന് പറഞ്ഞാൽ 166, 4/6 ആണ്. കിട്ടിയില്ലേ സ്റ്റെപ്പ്? അപ്പൊ ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇതിനെ ഇവിടെ 1/6 നമ്മൾ ആദ്യം തന്നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇൻറ്റു 10 കൊണ്ട് ചെയ്തു. അപ്പൊ 1 × 10. ഇതിന് നമ്മൾ എന്താ പറഞ്ഞത്? ഒന്ന് ഡിനോമിനേറ്റർ ഒന്ന് മാറ്റാനാണ് പറഞ്ഞത്. എന്നിട്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ ഇവിടെ കിട്ടി. അപ്പൊ 1/10 × 10/6. ഈ 1/10 × 10/6 എത്രയാ കിട്ടിയത്? എത്ര നമുക്ക് കിട്ടി? ഇപ്പൊ ഡിവൈഡ് ചെയ്തു. ഇത് നിങ്ങൾ ആദ്യം കണ്ടു വെക്കുക കേട്ടോ ഈ സൈഡില്. എന്നിട്ട് ഇവിടെ എത്ര കിട്ടി? ഇസിക്കൽ ടു നോക്കാം. 1/10 പിന്നെ ഇൻറ്റു 10/6 കിട്ടിയത് നമുക്ക് 1, 4/6 ആണ് അല്ലെ. 1, 4/6 എന്ന് പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇൻറ്റു 1 + 4/6 ഇങ്ങനെ ഇസിക്കൽ ടു എത്ര കിട്ടാം? 1/10 ഇൻറ്റു 1 എത്രയാ? 1/10 അല്ലെ. 1/10 ഇൻറ്റു 4/6 1 × 4 4, 6 × 10 60 ആണ്. ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് ഇത് പ്ലസ് ചെയ്യും. ഒറ്റ സ്റ്റെപ്പിൽ നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു. അടുത്ത നമ്മുടെ ഇക്വേഷൻ കിട്ടി. കഴിഞ്ഞ കണക്കാകുമ്പോൾ കുറെ സ്റ്റെപ്പുകൾ നമ്മൾ കാണിച്ചു തന്നു. അത് ബുദ്ധിമുട്ട് ചെയ്യാൻ നമ്മൾ സ്റ്റെപ്പ് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം ഒന്ന് എഴുതാം കേട്ടോ. 1/6 എന്താണ് എഴുതുന്നത്? ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇത് ശരിക്കും ശ്രദ്ധിക്കാം. ഓരോ സ്റ്റെപ്പ് ഓരോ കണക്ക് ചെയ്യുന്നതോറും നിങ്ങൾക്ക് പിന്നെ എളുപ്പമായിട്ട് വരണം. 1/6 നമ്മൾ ആദ്യം 10/10 കൊണ്ട് ഇൻറ്റു ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ 10നെ ഇവിടേക്ക് കൊണ്ടുവന്നു. 1/10 ഇവിടെ 10/6 കിട്ടിയില്ലേ. 10/6 നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എത്രയാണ്? 10/6 100/6 ചെയ്തു വെക്കാൻ പറഞ്ഞു. 10/6 നമ്മൾ ചെയ്തു എത്രയാണ്? 1 + 4/6 ആണ്. പിന്നെ അതിനൊന്ന് ഇൻറ്റു ചെയ്തു.
1/10 1 കൊണ്ട് ഇൻറ്റു ചെയ്തു 1/10. 1/10 4/6 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ 1 × 4 4, 10 × 6 60. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്കൊന്ന് കിട്ടി എന്താണ് 1/10 അല്ല 1/6 എന്ന് പറഞ്ഞാൽ 1/10 പ്ലസ് 4/60 ആണ് ഇസിക്കൽ ടു. നമുക്ക് ഒന്നുകൂടി അതിനെ മാറ്റി എഴുതാം. താഴെ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിന് എഴുതിയതാ. അപ്പൊ ഈ 1/10 ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരുന്നത് 1/6 മൈനസ് ഈ 1/10 ഇങ്ങോട്ട് കൊണ്ടുവന്നു മൈനസ് 1/10 ഈസ് ഈക്വൽ ടു 10 ബാക്കി എത്രയുണ്ട് 4/60. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ. 1/6 മൈനസ് 1/10 ഇപ്പൊ എത്രയാന്ന് കിട്ടി 4/60 ആയിട്ടോ. 1/6 1/10 കുറച്ചാൽ 4/60 4 ഭാഗം 60. ഒരു ലൈനെ 60 ഭാഗമാക്കി അതിന് 4 എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗമാണ്. പക്ഷെ അടുത്തത് നമ്മൾ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞത് 1/6 ചെയ്യണം. 1/6 ഇൻറ്റു ഇപ്പൊ 10/10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അടുത്ത സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത് 100/100 കിട്ടിയോ. 100/100 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ എത്രയാ വരുന്നത്? ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാം? ഇതിന്റെ ഡിനോമിനേറ്റർ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ 1/100 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഈ 6 ഇവിടേക്ക് കൊണ്ടുവരണം ഇൻറ്റു 100/6. ഇതിന് വ്യത്യാസമില്ല. 1 × 100 100 ആണ്. 6 × 100 100 ആണ്. 1 × 100 100 6 × 100 600 അല്ലേ? കിട്ടില്ലേ? സെയിം തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് മാറ്റി നമുക്ക് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇവിടേക്ക് കൊണ്ടുവന്നു ഇതിങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇത് ചെയ്യുമ്പോൾ സെയിം ആണ് ഇസിക്കൽ ടു. ഇനി നമ്മൾ പറഞ്ഞിരുന്നു 100/6 എത്രയാണ് ഞാൻ പറഞ്ഞത്? 100/6 എത്രയാന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് എത്രയാ 16 4/60 നമുക്ക് കിട്ടിയിരുന്നു അല്ലെ? അപ്പൊ 100/6 അവിടെ നമുക്ക് ഈ 1/100 ആണ് കേട്ടോ. 1/100 ഇൻറ്റു ഇനി 100/6 ഹരിച്ച് നമ്മൾ അവിടെ വെച്ചിട്ടില്ലേ? അതിനാണ് ആദ്യം ആദ്യം ഹരിച്ചു വെച്ചപ്പോ എത്ര കിട്ടി? 100/6 ഹരിച്ചപ്പോ 16 1/4 കിട്ടി അല്ലെ? 16 1/4 എന്ന് പറയുമ്പോ 16 പ്ലസ് 1/4 അല്ലെ? അപ്പൊ ഇനി നോക്കി ഇനി ഇതിനെ ഇൻറ്റു ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. 1/ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെ പ്ലസ് ചെയ്തു. അപ്പൊ ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്തു. എത്രയാണ്? ഇസിക്കൽ ടു 1 × 16 എത്ര കിട്ടുന്നത്? 16/100. നമുക്ക് ഇത് ആവശ്യമുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇനി അടുത്ത കൂടി 1 × 1 എത്രയാ 1 4 × 100 ഇവിടെ എത്ര കിട്ടി? 400 അല്ലെ? സോറി 16 × 4/6 ആണ് കേട്ടോ. 4/6 ആണ്. അപ്പൊ 1/100 × 16 അപ്പൊ 1 × 4 4 ഇവിടെ 600 ആണ്. 600 കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണെന്ന്? ഇത് പ്ലസ് ആണ് ഇവിടുത്തെ സൈൻ. അപ്പൊ 16/100 പ്ലസ് 4/600. എല്ലാവർക്കും മനസ്സിലായി? ഇനി നമ്മൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ എഴുതാം. 1/6 ഇസിക്കൽ ടു ഇവിടെ എത്ര കിട്ടിയാണ്? ഇസിക്കൽ ടു 16/100 പ്ലസ് 4/600 ആണ് കേട്ടോ. അതിനെ നമ്മൾ എന്താ ചെയ്യാൻ വന്നത്? അടുത്ത സ്റ്റെപ്പ് കൂടെ എന്താ ചെയ്യേണ്ടത്? ഈ 16/100 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ 1/6 ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്തായി? മൈനസ് 16/100 is equal to 4/600. That is the second equation. ഇതാണ് കേട്ടോ. കിട്ടി എല്ലാവർക്കും? 1/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/6 16/100 കുറയ്ക്കുമ്പോ 4/600 ആയി. ഇവിടെ പറഞ്ഞ എത്രയാണ്? 60 ഭാഗമാക്കി അതിന് 4 ചെറുതാണ്. പക്ഷെ 600 ഭാഗമാക്കി അതിന് 4. ഒരേ ലൈനിലെ തന്നെ 600 ഭാഗമാക്കി അതിന് ലൈൻ 4 എടുത്തു കഴിഞ്ഞാൽ അത് ഇതിനേക്കാളും വളരെ ചെറുതായി. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ. അടുത്തത് നമ്മൾ നോക്കുമ്പോ ഇതുപോലെ തന്നെ 1/6 എത്ര കൊണ്ടായി വേണ്ടത്? 1/6 ഇൻറ്റു ഇവിടെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു 10/10. ഇവിടെ 100/100. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? 1000/1000 കിട്ടിയോ? 1000/1000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിത് മാറ്റണം അല്ലേ? ഇസ് ഈക്വൽ ടു എത്രയാണ്? 1/1000 ഇൻറ്റു 1000/6.
1000/6. 1000/6 നമ്മൾ ചെയ്തു നേരത്തെ എത്രയാണ്? 166. എത്ര കിട്ടുന്നത് ഇതിനെ? ഇസിക്കൽ ടു 1/1000. ഇത് തന്നെ. ഇനി 1000/1000 നമ്മൾ ചെയ്തു വെച്ചിരുന്നു നേരത്തെ. നമ്മൾ 10/6 ചെയ്തു, 100/6 ചെയ്തു. അതുപോലെ തന്നെ 1000/6 ചെയ്തിരുന്നു. 166 എത്രയാ? 4/6 ആണ് അല്ലെ? അത് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ, കാരണം ഇത് ഇൻറ്റു ചെയ്യേണ്ടതാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇൻറ്റു ചെയ്യാണ്. 1/1000 ഇൻറ്റു 166. അപ്പൊ 1 ഇൻറ്റു 166 എത്രയാ? 166/1000. കിട്ടിയില്ലേ? കിട്ടിയോ? ഇനി അടുത്തത് ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. 1/1000 4/6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ 1 ഇൻറ്റു 4 എത്ര കിട്ടി? 4. 6 ഇൻറ്റു 1000 6000. കിട്ടിയില്ലേ? അപ്പോ 1/6 എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? 1/6 എന്ന് പറഞ്ഞാൽ 166/1000 പ്ലസ് 4/600. അതിനെ നമ്മൾ ഒന്നും കൂടി ശരിയാക്കാൻ ഞാൻ പറഞ്ഞു 266 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പോ 1/6 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ മൈനസ് 166/1000 ഇസിക്കൽ ടു 4/600. സോറി 6000. അപ്പൊ ഇനി നമ്മൾ വേണമെങ്കിൽ 10000 ഇട്ട് കൊടുക്കാം കേട്ടോ. 1000 കൊണ്ട് ഇട്ട് ചെയ്തു, അത് കഴിഞ്ഞ് 10000 ഇട്ട് കൊടുത്തു. അപ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടാം. എത്ര കിട്ടാം? 1666 വരും. ആദ്യത്തെ ഇവിടെ എത്ര കിട്ടിയത്? 1/6 വന്നപ്പോ എവിടെ കിട്ടിയത്? എത്രയാ? 1/10 കിട്ടി അല്ലെ? പിന്നത്തെ കിട്ടിയപ്പോ എത്രയാ? 16/100 ആണ് കിട്ടിയത്. പിന്നത്തെ കിട്ടിയത് 166/100 ആണ് കിട്ടിയത്. മനസ്സിലായോ? ഇതൊന്നും കൂടി പറഞ്ഞു തരാം ഈ സ്റ്റെപ്പ്. എന്നിട്ട് നമ്മൾ കൺഫ്യൂഷനിലേക്ക് എത്തുകയാണ്. നോക്കാം, ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 10 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ എല്ലാവർക്കും കിട്ടിയില്ലേ? മനസ്സിലായോ? 10 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ നമ്മള് 10/10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അത് കഴിഞ്ഞ് ഇതുകൊണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ 1/10 ഇൻറ്റു 10/6. 10/6 എത്രയാണെന്ന് പറഞ്ഞു? 1 പ്ലസ് 4/6 അല്ലേ? അതിനെ നമ്മൾ ഇൻറ്റു ചെയ്യാൻ. അപ്പൊ 1/10 1 കൊണ്ട് ഇൻറ്റു ചെയ്തു. 1/10 4/60. 6 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ 60 കിട്ടി. അപ്പൊ 1/6 എന്ന് പറഞ്ഞാൽ 1/10 പ്ലസ് 4/60 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കിട്ടി? 1/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 1/10 ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൈനസ് ആക്കി. 1/6 മൈനസ് 1/10 കണ്ടോ? ഇസിക്കൽ ടു 4/60 കിട്ടിയില്ലേ? അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ചെയ്തു. രണ്ടാമത്തെ എങ്ങനെ ചെയ്തത്? രണ്ടാമത്തെ വന്നപ്പോ 100/100 കൊണ്ടാണ് ഇൻറ്റു ചെയ്തത്. 100/100 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ നമുക്ക് കിട്ടിയ എന്താണ്? ചെയ്തില്ലേ? ഈ 100 ഇങ്ങോട്ട് കൊണ്ടത് ഇവിടെ 6 കൊണ്ടുവന്നു. അപ്പൊ 100/6. 100/6 നമ്മൾ ചെയ്തു വെച്ചിരുന്നു 16 പ്ലസ് 4/6. അപ്പൊ ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്തു. 1 ഇൻറ്റു 16. 16/100. 1/100 4/6 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ 1 ഇൻറ്റു 4 4. 100 ഇൻറ്റു 6 60 കിട്ടി. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 1/6 16/100 ഇസിക്കൽ ടു 4/600. അതുപോലെ തന്നെ 1000 ചെയ്തു. ഇവിടെ 1000/6 എന്നുള്ളത് എത്രയാണ്? 166 പ്ലസ് 4/6. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി ഇല്ലേ? ഇനി ഈ 3 ഇക്വേഷന് നമ്മൾ എഴുതാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ വന്നു, ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ വന്നു, ആൻഡ് ദെൻ തേർഡ് ഇക്വേഷൻ അല്ലെ? അപ്പൊ ഇതൊന്നും കൂടി ഞാൻ എഴുതാൻ ഇവിടെ നോക്കിയേ. ഫസ്റ്റ് വൺ നമ്മൾ എത്ര എഴുതിയത്? 1/6 മൈനസ് 1/10 ഇസിക്കൽ ടു 4/60. രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ എടുത്തെഴുതാം. 1/6 മൈനസ് 16/100 ഇസിക്കൽ ടു 4/600 ആണ് കേട്ടോ. മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് 1/6 മൈനസ് 166/100 ഇസിക്കൽ ടു 4/6000 കിട്ടിയില്ലേ? ഈ 3 ഇക്വേഷൻ നമുക്ക് കിട്ടിയാൽ എല്ലാവർക്കും മനസ്സിലായി. 3 ഇക്വേഷൻ എങ്ങനെയാ കിട്ടുന്നത്? ഈ 3 ഇക്വേഷൻ കിട്ടിയാൽ ഇനി എളുപ്പമാണ്. അതാ പറഞ്ഞത്, ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയാലും സ്റ്റെപ്പുകൾ ഒരേപോലത്തെ സ്റ്റെപ്പാണ്. അതുകൊണ്ട് ഇനി എഴുതാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ 1/6 എന്തിനോട് അടുത്തിരിക്കുന്നു? ഇവിടെ 1/10 അല്ലെ? അപ്പൊ 4/6
അതിനേക്കാളും അടുത്താണ് എത്ര വരുന്നത് 16/100 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അടുത്തു. പിന്നെ ഈ 1/6 കുറച്ചും കൂടി അടുത്തു. കാരണം ഇത് 6000 എണ്ണമാക്കി ഡിവൈഡ് ചെയ്താൽ അതിലും ഒരു 4 ഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയൊരു നമ്പർ. അപ്പൊ 166/100 അല്ല സോറി 100 അല്ല 1000 കേട്ടോ 1000. അപ്പോ 1/10 വന്നു. അതിനേക്കാളും ചെറുതാണ് 16/100. അതിനേക്കാൾ ചെറുതാണ് 166/1000. ഇനി അതിന്റെ ഡെസിമൽ ഫോംസ് ആണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഡെസിമൽ ഫോം എത്രയാണ്? 1 ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും അല്ലെ. അപ്പൊ 0.1. പിന്നെ തന്നെ ഇതിന്റെ 2 പോയിന്റ് 2 പൂജ്യം അപ്പൊ 2 പോയിന്റ് 1 2 അപ്പൊ 0.16. ഇവിടെ വരുമ്പോ 3 പോയിന്റ് ഉണ്ട്. അപ്പൊ എത്ര വരാം? 0.166. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതാണ്. പക്ഷെ ഉത്തരത്തിലേക്ക് നമ്മൾ ഇനി എത്തണം. എന്താണ് നമ്മുടെ ഫൈനൽ ഉത്തരം? ഇവിടെ വരുന്നത് 1/6 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് എത്രയാണ്? ഇപ്പൊ 1/1 അല്ല, അതിനേക്കാളും ചെറുതാണ് 1/6. പിന്നത്തെ 0.166. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടാൻ ഫൈനൽ ഉത്തരം എടുത്തെഴുതാം. 1/6 ഇസ് ഈക്വൽ ടു ഏതാ? ഇതാണ് ഉത്തരം 0.666. അവിടെ നിൽക്കണില്ല. ഇനി നമ്മൾ 10,000 ഇട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി 0.66 കൂടി പോലെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം 4 10,000 ആയി അല്ലെ. 10,000 ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? കൂടി പോലെ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ താഴെ കൂട്ടി പോകും തോറും 6 കൂട്ടി പോവാണ്. അപ്പൊ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടി. എത്രയാണ്? 1/6 ഇസ് ഈക്വൽ ടു എത്രയാണ്? 0.6666 ഇങ്ങനെ പോവുകയാണ്. മനസ്സിലായില്ലേ എല്ലാവർക്കും ഈ കണക്ക്? അപ്പൊ നമ്മൾ ഈ കണക്കില് ആദ്യം നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ കണക്കിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 1/6 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. ഇത് ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളുടെ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാം. ശരിയാണോ നോക്കി. നമ്മള് പഴയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? 6നെ 1 കൊണ്ട് ഹരിക്കാം. 1 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? പോവില്ല. അപ്പൊ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു 0 അല്ലെ. അപ്പൊ 10നെ 6 കൊണ്ട് ഹരിക്കുമ്പോ എത്ര കിട്ടുന്നത്? ഒരു പ്രാവശ്യം. അപ്പൊ 6 4 30 അല്ലെ. അപ്പൊ 6 36 ബാക്കി 4 വീണ്ടും 6 അല്ലെ 36 വീണ്ടും 4 6 36 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതല്ലേ ഉത്തരം. ഈ ഒറ്റ ഉത്തരം ഉള്ളൂ. ഇതേ ഉള്ളൂ. അതിനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ടെക്സ്റ്റ് രീതി അനുസരിച്ച് ഇതുപോലെ ചെയ്യണമെന്ന്. ഇത്രയും സ്റ്റെപ്പ് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 1/6 10 ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി ഒന്നാമത്തെ. പിന്നെ 1/6 100 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ ഇതൊരു ഇക്വേഷൻ കിട്ടി. 1/6 1000 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി 10,000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ കിട്ടുക അല്ലെ. 1666/10,000 കിട്ടും. അപ്പൊ ഇങ്ങനെ ഏത് ചെയ്താലും എന്നിട്ട് ഇത് നിരത്തി എഴുതി നോക്കാം. ഇവിടെ എത്ര കിട്ടുന്നത്? ഇവിടെ 0.1 ഇവിടെ 0.1/6 അവിടെ എന്താണ്? 0.166. ഇവിടെ വരുമ്പോ എത്ര വരാം? 0.1666 3 പിന്നെ വീണ്ടും വരുമ്പോ 166 അങ്ങനെ നീണ്ടു പോകും. അതാണ് നമ്മുടെ ഉത്തരം. 1/6 ഇസ് നോട്ട് ഈക്വൽ ടു ഈക്വൽ എഴുതരുത്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എങ്ങനെയാണെന്നറിയോ? ഒന്ന് ഇങ്ങനെ ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ആണ് പറഞ്ഞില്ല. എപ്പോഴും ഈക്വൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.666. അപ്പൊ നമുക്ക് ഇന്നത്തെ കണക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അടുത്ത ക്ലാസ്സില് നമ്മൾ അടുത്ത സെറ്റ് തുടങ്ങാൻ ഇതിന്റെ നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിലത്തെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഇനി പേജ് നമ്പർ 30 തുടങ്ങുന്ന കണക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്.